വലിയ നോമ്പിൻ്റെ വലിയൊരാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ 2 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഒന്ന്, യേശുവിനെ കാണാനുള്ള ആഗ്രഹം. ഗ്രീക്കുകാരൊക്കെ ഉണ്ടായത് അത് തന്നെയാണ്. ഞങ്ങൾക്ക് യേശുവിനെ കാണണം. ഫിലിപ്പോസിനോട് വന്ന് അവരത് പറഞ്ഞു. നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകേണ്ട ആഗ്രഹം തന്നെയാണ്, എൻ്റെ യേശുവിനെ അടുത്ത് കാണണം, യേശുവിൻ്റെ ആ സഹന വഴികളിലൂടെ എനിക്ക് നടക്കണം. ഈ ഒരു ആഗ്രഹം നമുക്ക് ഈ ദിവസം ഉണ്ടാകണം. രണ്ടാമതായിട്ട് സ്വയം ഇല്ലാതാകണം. ഗോതമ്പ് മണി നിലത്ത് വീഴഴിയെങ്കിലേ കൂടുതൽ ഫലം പുറപ്പെടുവിക്കൂ എന്ന് പറയുന്നു. നമ്മൾ ഇല്ലാതാകുമ്പോഴാണ്, ഈ ഗോതമ്പ് മണി പോലെ തന്നെ അഴിഞ്ഞില്ലാതാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് സാധാരണ ദിവസം പോലെ ഇങ്ങനെ കടന്നു പോകും. ഇപ്പം സഹവേഴവും ദുഃഖവെള്ളിയൊക്കെ സാധാരണ ദിവസം പോലെ കടന്നു പോകാതിരിക്കട്ടെ. അത് ഒരു അഴിഞ്ഞില്ലാതാകൽ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകണം. ഒന്ന് കുമ്പസാരിച്ചൊരുങ്ങി പ്രാർത്ഥിച്ച് സുഹൃതങ്ങളെ കൊണ്ട് നിറച്ച് ഈ വഴക്കും പിണക്കങ്ങളും വിദ്വേഷങ്ങളും വെറുപ്പുകളും ഒക്കെ ഒന്ന് മാറ്റി മനസ്സിനൊക്കെ ഒന്ന് ശാന്തമാക്കി ദേവാലയത്തിൽ വന്ന് നോക്കി സന്തോഷത്തോടെ ബലിയർപ്പിക്കാൻ പറ്റുന്നറിയാമോ? അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാകില്ല, ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല. ബലിക്കൊന്നും അഴിഞ്ഞില്ലാതാവുക. 2 കാര്യങ്ങൾ. അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് കർത്താവ് കൃപ കൊണ്ട് നിറയ്ക്കും.